പിന്നെ നമ്മുടെ ഡൈപോൾ പോലെ വളരെ വളരെ സ്മോൾ ആയിരിക്കും. നമ്മുടെ ഡെറിവേഷൻ ഇത്രയും വലുതാക്കി വരയ്ക്കുന്നത്. ഇത് സാധാരണ വളരെ വളരെ സ്മോൾ ആയിരിക്കും. HCl എടുത്ത് കഴിഞ്ഞാൽ മോളിക്യൂൾസിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് വളരെ വളരെ സ്മോൾ ആയിരിക്കും. ഇനി ഞാൻ എടുക്കുന്ന പോയിന്റ് ഏത് ലൈനിൽ എടുക്കണം? ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരയ്ക്കാം. ഇതിനെയാണ് നമ്മൾ ആക്സിയൽ. നമുക്ക് ഇവിടെ എടുക്കാം, അവിടെ എവിടെ ആണെങ്കിലും എടുക്കാം. പക്ഷെ എന്ത് ചെയ്താൽ മതി? ആക്സിയൽ ലൈനിൽ എടുക്കണം എന്ന് മാത്രം. ശരി, ഇതാണ് ആക്സിയൽ ലൈൻ. ശ്രദ്ധിക്കുക. അപ്പൊ ആക്സിയൽ ലൈനിൽ ഞാൻ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു, പി എന്നാണ് പോയിന്റ്. മനസ്സിലായോ? പി എന്നാണ് പോയിന്റ് എടുത്തു. അയാൾ ഈ ഡൈപോളിന്റെ സെന്ററിൽ നിന്നും ആർ ഡിസ്റ്റൻസ് ആണ്. ശ്രദ്ധിക്കുക, ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ പി എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ്. ഈ പി എന്ന് പറഞ്ഞത് എവിടെയായിരിക്കണം? ആക്സിയൽ ലൈനിലായിരിക്കണം ഡൈപോൾ. അപ്പൊ ഡൈപോൾ ആക്സിയൽ ലൈനാണ് ഇരിക്കുന്നത്. സെന്ററിൽ നിന്നും ആർ ഡിസ്റ്റൻസ്. അത് സ്വാഭാവികം മൊത്തം 2a വരും. ഈ ഡിസ്റ്റൻസ് a വരും, ഈ ഡിസ്റ്റൻസ് a വരും. ക്ലിയർ? അപ്പൊ ഡെറിവേഷൻ എളുപ്പത്തിലിട്ട് നമ്മൾ എപ്പോഴും ഈ ഡിസ്റ്റൻസ് 2a എടുക്കും, അല്ലെ? അപ്പോ നമ്മൾ പി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ഡൈപോൾ. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ പി എന്ന് പറഞ്ഞ പോയിന്റ്, ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ടെസ്റ്റ് ആവുന്ന അസ്യൂം ചെയ്താൽ മതി. അപ്പൊ പി എന്ന് പറഞ്ഞ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്, അല്ലെ, ഡ്യൂ ടു ഡൈപോൾ. അപ്പൊ ഈ +q കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, -q കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ നമ്മളത് ടോട്ടലി ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ഈ ഡെറിവേഷൻ ക്ലിയർ. അപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ഡൈപോൾ. അപ്പൊ അതിനാണെങ്കിൽ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു +q ആണ്. അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് പി എന്ന് പറഞ്ഞ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഏതാണ്? +q ആണ്. അപ്പൊ ആദ്യം നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് എഴുതുക, പിന്നെ നിങ്ങൾ ഡയറക്ഷൻ എഴുതിയാൽ മതി. ശരിയല്ലേ? അപ്പൊ ആദ്യം നമ്മൾ മീൻസ് E1 ഈക്വൽ ടു ഫോർമുല എന്താണ്? 1/4πε0. ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് മാഗ്നിറ്റ്യൂഡ് സൈൻ ഓഫ് നോക്കണ്ട. ആദ്യം മാഗ്നിറ്റ്യൂഡ് പിന്നെ ഡയറക്ഷൻ. അതാണ് ഏറ്റവും എളുപ്പം സോൾവ് ചെയ്യാൻ. അപ്പൊ 1/4πε0 മാഗ്നിറ്റ്യൂഡ് q ഡിവൈഡിങ് ബൈ. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് നോക്കേണ്ടത്, കാരണം +q ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് a, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് r. സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? r - a the whole square ആയിരിക്കും. ക്ലിയർ? ഇക്വേഷൻ 1 ഞാൻ എഴുതി. അപ്പൊ ശ്രദ്ധിക്കുക, p എന്ന ആക്സിയൽ പോയിന്റിൽ +q കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഞാൻ കണ്ടുപിടിച്ചു. 1/4πε0 q r - a the whole square. പക്ഷേ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ആയിട്ടുള്ളൂ. ഇയാൾക്ക് ഡയറക്ഷൻ ഉണ്ടാവും. ഡയറക്ഷൻ കൊണ്ടാ നോക്കുക. ഡയറക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങൾ ഇത് പ്ലസ് ആണ്. ഇവിടെ നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? ഈ പോയിന്റ് പ്ലസ് ടെസ്റ്റ് ആകുന്ന അസ്യൂം ചെയ്യുക. അപ്പൊ ഈ പ്ലസ് ഈ പോയിന്റ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യോ, റിപ്പൽ ചെയ്യോ? കാരണം ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും പ്ലസിൽ നിന്ന് പോകുമോ മൈനസിലേക്ക് പരിഗണിച്ച്. ശരിയല്ലേ? അപ്പൊ ഈ +q ഈ പീന് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യൂലേ? അപ്പൊ റിപ്പൽ ചെയ്യുമ്പോൾ ഇതാണ് ആ ഡയറക്ഷൻ. ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് E1. മനസ്സിലായിട്ടുണ്ടോ? കാരണം ഈ പി എന്ന പോയിന്റ് +q റിപ്പൽ ചെയ്യും. അപ്പൊ ഡയറക്ഷൻ ഓവർ ഡയറക്ഷൻ കൊണ്ട് ഡയറക്ഷൻ towards right. Clear? അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കിട്ടി, ഡയറക്ഷൻ ക്ലിയർ. ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു -q ആണ്. കാരണം +q കാരണം ഞാൻ കണ്ടു. ഈ -q കാരണം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആദ്യം മാഗ്നിറ്റ്യൂഡ് E2 ഈക്വൽ ടു 1/4πε0 ചാർജ് q. കാരണം മാഗ്നിറ്റ്യൂഡ് ആണ് എടുക്കേണ്ടത്, പിന്നെ ഡയറക്ഷൻ. അതാണ് എളുപ്പം ഞാൻ പറഞ്ഞു. സോ 1/4πε0 q ബൈ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് നോക്കേണ്ടത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് a, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് r. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരും? r + a the whole square. ഇക്വേഷൻ 2. ക്ലിയർ? So electric field at P due to +q 1/4πε0 q by r - a the whole square. Electric field at P due to -q എന്ത് കിട്ടി? 1/4πε0 q by r + a the whole square. പക്ഷേ ഇവിടെ ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ കാണാൻ നമുക്കറിയാം ഈ മൈനസ് ഈ p എന്ത് ചെയ്യും? കാരണം മൈനസിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് വരില്ല, പ്ലസ്
ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയ കാരണം നമ്മൾ എന്ത് ചെയ്യണം? വെക്ടർ അഡീഷൻ ചെയ്യണം. ശരിയല്ലേ? സാധാരണ നമ്പേഴ്സ് ആഡ് ചെയ്യണം, ഒരു ഐഡിയ എടുക്കാം. പക്ഷെ നമുക്ക് അറിയാം രണ്ടും ഒരേ ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. E1 E2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കാരണം രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയാൽ നെറ്റ് കാണാൻ ആ രണ്ട് വെക്ടേഴ്സ് കുറച്ചാൽ പോരെ. പക്ഷെ കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കണം. അപ്പൊ ഏതാണ് വലുത്? കാരണം 1/4π(2) രണ്ടും സെയിം ആണ്. പിന്നെ ഡിനോമിനേറ്റർ, അപ്പൊ ഈ വാല്യൂ വളരെ സ്മോൾ ആണ്, മൈനസ്. അപ്പൊ ഈ വാല്യൂ കൂടുതലായിരിക്കും. ഇത് R പ്ലസ് ഈ വാല്യൂ കൂടും, ഈ വാല്യൂ കൂടുമ്പോൾ ഇയാൾ കുറയും. അപ്പൊ സ്വാഭാവികമായിട്ട് ആരാണ് വലുത്? E1 ആണ് വലുത്, E2 ചെറുതാണ്. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് E is nothing but equal to E1 minus E2. Clear? E is nothing but equal to E1 minus E2. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് E is nothing but equal to E1 minus E2. Clear? രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി അയാളുടെ ഡയറക്ഷൻ കൊണ്ട് വരാം. നമ്മുടെ വലുതിന്റെ ഡയറക്ഷനിലേക്ക് പോകും. ഇപ്പൊ ഇയാളുടെ വാല്യൂ 100 ആയിരിക്കാം, ഇയാളുടെ വാല്യൂ 80 ആയിരിക്കാം. അതുപോലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്ര എഴുതാം? 100 minus 80 ആണോ 100 plus 80 ആണോ? 100 minus 80 ഇപ്പൊ 20 കിട്ടും. ആ 20 എങ്ങോട്ട് പോകണം? വലുതിന്റെ ഡയറക്ഷനിലേക്ക് പോകണം. ശരിയല്ലേ? അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷൻ ആയിരിക്കും? ഇതേ ഡയറക്ഷൻ ആയിരിക്കും. ശരിയല്ലേ? ഇതാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? ഇപ്പൊ ഡയറക്ഷൻ ഒക്കെ ലാസ്റ്റ് വരാം. അപ്പൊ ഞാൻ തൽക്കാലം മാഗ്നിറ്റ്യൂഡ് ആണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? ഈ മാഗ്നിറ്റ്യൂഡ് ആയി കണ്ടുപിടിക്കുന്നത് E is equal to E1 പറയും. E1 E2 ആരാണ് കോമൺ? Q/4πε0. ശരി. അപ്പൊ Q/4πε0 കോമൺ. ഇനി E1 എന്ത് വരും? 1/r minus a the whole square minus അടുത്തത് 1/r plus a the whole square. Clear? ഇത് മാഗ്നിറ്റ്യൂഡ് ആണ് ഞാൻ ചെയ്യുന്നത്, കാരണം ഡയറക്ഷൻ ഓൾറെഡി റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? E is nothing but equal to Q/4πε0. ശരിയല്ലേ? ഇത് നമ്മൾ സോൾവ് ചെയ്ത് LCM എടുക്കണം. അപ്പൊ LCM എന്ത് വരും? r minus a the whole square into r plus a the whole square. ശരിയല്ലേ? ഇനി മുകളിൽ എന്ത് വരും? r plus a the whole square minus എന്ത് വരും? r minus a the whole square. Clear? അപ്പൊ LCM എടുത്തു. ഇനി എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? E is nothing but equal to Q/4πε0. കറക്റ്റ്. ഇത് ഏത് ഫോമിലാണ്? A plus b the whole square എന്ത് വരും? r square plus 2ar plus a square. അല്ലേ? a square. പിന്നെ മൈനസ് മൈനസ്. ഇനി r minus a the whole square എന്താ വരിക? r square minus 2ar അല്ലേ? പ്ലസ് a square. ക്ലിയർ? ഇനി ഡിനോമിനേറ്ററിൽ തന്നെ വരിക. ഇത് ഓൾറെഡി മാത്സ് പഠിച്ചോ. r minus a the whole square into r plus a the whole square. എപ്പോൾ ആയിരിക്കും? r square minus a square the whole square അല്ലേ? കാരണം r minus a the plus a the whole square. അപ്പോൾ എപ്പോൾ എന്തായിരിക്കും? r square minus a square the whole square. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ E is nothing but equal to Q/4πε0. റൈറ്റ്? ഇവിടെ എന്ത് വരും? r square plus 2ar plus a square. റൈറ്റ്? പിന്നെ ഇത് മൈനസ് r square മൈനസ് r square പ്ലസ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി പ്ലസ് 2ar അല്ലേ? പ്ലസ് 2ar മൈനസ് a square. ശരിയല്ലേ? മൈനസ് a square ഡിവൈഡിങ് ബൈ താഴെ നമുക്ക് ഓൾറെഡി r minus a the whole square r plus a the whole square. സോൾവ് ചെയ്യുമ്പോൾ r square minus a square the whole square. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈ r square ക്യാൻസൽ ആയി. ക്ലിയർ? ഇനി ഈ a square ക്ലിയർ ക്യാൻസൽ ആയി. ഇനി ഇവിടെ ഒരു 2ar ഉണ്ട്. അപ്പൊ E is nothing but equal to Q/4πε0. ആഡ് ചെയ്യുമ്പോൾ ആരാണ്? 4ar ഡിവൈഡിങ് ബൈ
r square minus a square the whole square. Clear? ഇത് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. E is nothing but equal to q into 2a divided by 4 pi epsilon 0. അപ്പോൾ 2a എടുത്ത് കഴിഞ്ഞാൽ ബാക്കി ആരാണ്? ബാക്കി അവിടെ 2r ഇല്ലേ? 2r divided by r square minus a square the whole square. Clear ആണോ? ഇവിടെ 4a ആണ്. അതിനെ 2a into 2 എടുത്തു. അപ്പോൾ 2a കൊണ്ട് വന്നു q into 2a into 2r. അത് മൾട്ടിപ്ലൈ ചെയ്താൽ 2 into 4a ആണ് വരും. ശരി. കാരണം ഇത് എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ q into 2a ആണ്. q into 2a എന്ന് പറയുന്നത് എപ്പോഴും ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ്. ശരിയല്ലേ? q into 2a എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അപ്പൊ അതിലേക്ക് വരുത്താൻ വേണ്ടിയാണ് ഞാൻ മാറ്റം വരുത്തിയത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? E is nothing but equal to എന്ത് കിട്ടും? q into 2a ആണ് p. p by 4 pi epsilon 0 എന്ത് വരും? 2r divided by r square minus a square the whole square. ശരിയല്ലേ? ഇക്വേഷൻ 3. അപ്പൊ ഇതാണ് p എന്ന് പറഞ്ഞ പോയിന്റിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ഡിറൈവ് ചെയ്ത് E1 E2 കണ്ടുപിടിച്ചു. E1 minus E2 ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു. അവസാനം ഈ 4ar റീപ്ലേസ് ചെയ്തു. അവസാനം എന്ത് കിട്ടി? p by 4 pi epsilon 0 into 2r by r square minus a square the whole square. ക്ലിയർ അല്ലേ? പക്ഷെ നമ്മൾ സാധാരണ ഈ r എന്ന് പറഞ്ഞ സംഭവം നമ്മളിപ്പോ നോക്കുന്ന സമയം ഈ a എന്ന് പറഞ്ഞ സംഭവം വളരെ വളരെ സ്മോൾ ആയിരുന്നു. കാരണം രണ്ട് പ്ലസിന്റെയും മൈനസിന്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് 2a. 2a വെരി സ്മോൾ ആണ് അല്ലെ? അതിന്റെ പകുതിയാണ് a. അപ്പൊ അത് വളരെ വളരെ സ്മോൾ ആയിരിക്കും. ആരെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ആറിനെ. കാരണം ആർ എന്ന് പറയുന്നത് ഇവിടെ എവിടെ വേണമെങ്കിൽ എടുക്കാം. അപ്പൊ അത് എടുക്കുന്നതിനനുസരിച്ച് ഈ എന്റെ കാര്യം വളരെ വളരെ സ്മോൾ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? r is very very greater than a. അപ്പൊ കാരണം നെഗ്ലെക്ട് ചെയ്യാം. if r is very very greater than a, അപ്പൊ ഇതിന് എന്ത് ചെയ്യാം? ഈ a സ്ക്വയറിന്റെ ടേം നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലെക്ട് ചെയ്യാം. ശരിയാണോ? a സ്ക്വയറിന്റെ ടേം നമുക്ക് നെഗ്ലെക്ട് ചെയ്യാം. അപ്പൊ നെഗ്ലെക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a സ്ക്വയറിന്റെ ടേം നമ്മൾ നെഗ്ലെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുല എന്ത് വരും? E is nothing but equal to p by 4 pi epsilon 0. ശരിയല്ലേ? ഇനി ഇവിടെ ഈ ടേം പോയി. a സ്ക്വയർ റേസ് ടു സ്ക്വയർ ആ ടേം പോയി. പിന്നെ ബാക്കിയുള്ള ആരാണ്? മുകളിൽ 2 ഉണ്ട്. 2r ഡിവൈഡിങ് ബൈ ഈ a സ്ക്വയർ ടേം പോയി. പിന്നെ ബാക്കിയുള്ള r സ്ക്വയർ റേസ് ടു സ്ക്വയർ എന്താവും? r റേസ് ടു 4 ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ഇത് ഒരു r ക്യാൻസൽ ആവും. എന്ത് കിട്ടും? ചുരുക്കി this is nothing but equal to 1 by 4 pi epsilon 0 2p by r cubed. ഇതാണ് നമ്മൾ സാധാരണ ഡെറൈവ് ചെയ്ത ഫോർമുല. r is very very greater than a over a square ടേം പോയി. r raised to 4 ക്യാൻസൽ ആയി. അവസാനം കിട്ടി 1 by 4 pi epsilon 0 2p by r cubed. ഡയറക്ഷൻ എങ്ങോട്ടാണ് കിട്ടുക? ഡയറക്ഷൻ ടുവേർഡ്സ് എങ്ങോട്ടാണ് കിട്ടുക? റൈറ്റിലേക്ക് കിട്ടുക. ഡയറക്ഷൻ ടുവേർഡ്സ് റൈറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് നമുക്ക് ഡെറൈവ് ചെയ്യുന്ന ഫോർമുല. E is equal to 1 by 4 pi epsilon 0 2p by r cubed. ക്ലിയർ? ഇതാണ് ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ചോദിച്ചാലുള്ള ഫോർമുല. ഇനിയാണ് വെക്റ്റർ ഫോർമുല. ഡയറക്ഷൻ വെച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ E equal to എന്താ പറയുക? 1 by 4 pi epsilon 0 2p by r cube into p cap. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ വെക്റ്റർ ഫോർമുല എഴുതുക. ശ്രദ്ധിക്കുക, മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത് 1 by 4 pi epsilon 0 2p by r cube. അതിന്റെ ഡയറക്ഷൻ ഞാൻ എഴുതി ടുവേർഡ്സ് റൈറ്റ്. ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും നെറ്റ് ടുവേർഡ്സ് റൈറ്റ്. ഇനി അത് വെക്റ്റർ ഫോർമുല എഴുതുമ്പോൾ E equal to 1 by 4 pi epsilon 0 2p by r cube into p cap. അപ്പൊ ഈ p cap വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടല്ല എത്തിയത്. ഇതാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ടുവേർഡ്സ് റൈറ്റിലേക്ക്. കറക്റ്റ്. ഇനി നിങ്ങൾ നോക്കാം ഡൈപോൾ മൊമെന്റിന്റെ ഒരു ഡയറക്ഷനിൽ. ഡൈപോൾ മൊമെന്റ് നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്കാണ് നോക്കാം. -2 പ്ലസിലേക്കല്ല നോക്കുക. അപ്പൊ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷനിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. ഇതല്ലേ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ -2 പ്ലസിലേക്ക്. അപ്പൊ നിങ്ങൾ ഇവിടെ വരയ്ക്കുമ്പോൾ ഡൈപോൾ മൊമെന്റ് ഇതേ ഡയറക്ഷനല്ലേ വരിക? ശരിയാണോ? ഇലക്ട്രിക് ഫീൽഡിന് അതേ ഡയറക്ഷനല്ലേ ഡൈപോൾ മൊമെന്റ് വരുന്നത്?
അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റും എന്താണ്? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആർ ഇൻ സെയിം ഡയറക്ഷൻ അല്ലെങ്കിൽ പാരലൽ ടു ഈച്ച് അതർ. അപ്പൊ ഇതാണ് ഇതിന്റെ കൺക്ലൂഷൻ.